നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. രാം മാധവ് പറഞ്ഞുവെന്ന് അരുൺ ഷൂരി പറഞ്ഞുവെന്ന് കാരവൻ പറഞ്ഞുവെന്ന് 24 ന്യൂസിന്റെ താര അവതാരം വേണു ബാലകൃഷ്ണൻ പറയുന്ന കഥ കേട്ടിരിക്കാൻ കൊള്ളാം. കഥ അനുസരിച്ച് സംഭവം ഇങ്ങനെയാണ്. RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവതിനെ 2013 ഒരു മോഹമുദിച്ചു. ഗുജറാത്ത് മുഖ്യമന്ത്രിയും BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുമായ നരേന്ദ്രമോദി നാഗ്പൂരിലെത്തി തന്നെ കാണണം. രാം മാധവ് ഇംഗിതം അറിയിച്ചു. കാണേണ്ടവർ അഹമ്മദാബാദിൽ എത്തട്ടെ എന്ന് മോദി പറഞ്ഞു. ഗത്യന്തരമില്ലാതെ മോഹൻ ഭഗവത് നാഗ്പൂരിൽ നിന്നിറങ്ങി മോദിയെ കാണാൻ പുറപ്പെട്ടു. ഔദ്യോഗിക വസതിയിലെത്തി കാണാൻ മോദി ആവശ്യപ്പെട്ടു. അത്രയും വഴങ്ങാൻ മോഹൻ ഭഗവത് തയ്യാറായില്ല. അതുകൊണ്ട് അഹമ്മദാബാദിലെ ഒരു RSS പ്രവർത്തകന്റെ വീട്ടിൽ കൂടിക്കാഴ്ച നടന്നു. ആ കൂടിക്കാഴ്ചയിൽ മോദി പറഞ്ഞു, മോഹൻജി, നിങ്ങൾ എന്നെ BJPയിൽ അയച്ചു അല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന പദവിയിൽ ഞാൻ ഇരുന്നേനെ. 2013 മോദിയുടെ ഈ വാക്കുകൾക്ക് തിരിച്ചടി നൽകാൻ മോഹൻ ഭഗവത് കാത്തിരിക്കുകയായിരുന്നു. അതാണിപ്പോൾ 2024 ജൂൺ 10 നാഗ്പൂരിൽ കാര്യകർത്ത വികാസ് വർഗിന്റെ സമാപന പ്രസംഗത്തിലൂടെ സർസംഘചാലക് ചെയ്തത്. ഉളുപ്പില്ലാതെ കള്ളക്കഥ പടച്ചു വിട്ടിട്ട് എപ്പടി എന്ന മട്ടിൽ 24 അവതാരം കണ്ണുരുട്ടുന്നതാണ് വീഡിയോയുടെ ഹൈലൈറ്റ്. കാരവാനിൽ ലേഖനം എഴുതിയെന്ന് അവതാരം പറയുന്ന പുങ്കവൻ ഉള്ളതാണോ എന്ന് അറിയാൻ രാം മാധവനെ വിളിച്ചു. രാം മാധവ് മിണ്ടിയില്ല. നാഗ്പൂരിനോട് ചോദിച്ചു. നാഗ്പൂരും മിണ്ടിയില്ല. രാം മാധവും നാഗ്പൂരും മിണ്ടാത്തത് കൊണ്ട് ഇതെല്ലാം സത്യമാണെന്ന് 24 വേണു പറയുന്നു. വീഡിയോയിൽ കഥ പിന്നെയും ബാക്കിയുണ്ട്. കഥയുടെ ആധികാരികത ഇത്രയും കേട്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഇമാതിരി ജനസിനെയൊക്കെ ജേർണലിസത്തിന്റെ കുപ്പായ ഒടിയിച്ച് ന്യൂസ് റൂമിൽ കയറ്റി ഇരുത്തുന്നവനാണ് ഉളുപ്പ് വേണ്ടത്. വേണുവിന് മോഹൻ ഭഗവത്തിനെയും മോദിയും RSSനെയും BJPയും ഒന്നും അറിയാത്തതിന് അയാളെ ഈ പണിക്ക് പറഞ്ഞു വിട്ടവരെയാണ് പറയേണ്ടത്. മര്യാദയില്ലായ്മയ്ക്ക് ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. വേണുവിന് ഓടക്കുഴൽ എന്നാണ് അർത്ഥം. ഓടയിലെ കുഴൽ എന്ന് മാറ്റി പറയിക്കുന്ന കാലമാണ്. ചിലർ വരുമ്പോൾ അർത്ഥവും മാറും. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.